തൻ്റേതല്ലാത്ത കാരണത്താൽ ജന്മന വികൃതമേറി ജനിക്കേണ്ടി വന്ന ഒരു കുട്ടി പിന്നീട് അങ്ങ് ജീവിതത്തിലേക്ക് നിരന്തരമായ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സ്വന്തം മാതാപിതാക്കൾ തന്നെ തള്ളിപ്പറഞ്ഞ ഒരു പോരാളിയുടെ കഥയായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ എപ്പോഴും തോൽവികൾ മാത്രം. പിന്നീടാവട്ടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴോ ജനഹൃദയങ്ങൾ നമ്മൾ പോലും നെഞ്ചിലേറ്റിയ ഒരു കിടിലൻ പോരാളിയുടെ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. വെൽക്കം ടു GK World and PSC. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. യഥാർത്ഥ ജീവിതത്തിൽ നടന്ന് നമ്മൾ ഓരോരുത്തരും മനഃപ്പാഠമാക്കേണ്ടതും നമ്മൾ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. 1946 ഒരു ലേബർ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഫ്രണ്ടിൽ തൻ്റെ ഭാര്യയുടെ പ്രസവം കാത്തിരിക്കുന്ന ഒരു ഭർത്താവുണ്ട്. ഒരുപാട് നേരമായിട്ടും തൻ്റെ ഭാര്യയുടെ പ്രസവം നടക്കുന്നതിനെ തുടർന്ന് ഡോക്ടറോട് കാരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഉണ്ടാവുമെന്ന്. പിന്നീട് അദ്ദേഹം അറിഞ്ഞത് തൻ്റെ ഭാര്യയ്ക്ക് ഫോർസെപ്സ് ഡെലിവറി ആയിരുന്നെന്നും അതേ തുടർന്ന് കുഞ്ഞിനെ എടുത്തപ്പോൾ ഡോക്ടറിൻ്റെ കയ്യബദ്ധം കൊണ്ട് ആ ചവണയിട്ടെടുത്തപ്പോൾ കുട്ടിയുടെ തല വികൃതമായി പോവുകയും മുഖത്തിൻ്റെ ഒരു ഭാഗം പേശി പ്രവർത്തിക്കാതെ വരുന്നതിനെ തുടർന്ന് ഹാഫ് പാരലൈസ്ഡ് ആയി പോയി എന്നുമാണ് ആ അച്ഛൻ അറിയാൻ സാധിച്ചത്. പിന്നീട് കുട്ടി അങ്ങ് വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മറ്റുള്ള കുട്ടികളെ പോലെയല്ലായിരുന്നു ഇവന് വികൃതമായ രൂപമായിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഈ കുട്ടിയെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ അച്ഛനും അമ്മയും പരസ്പരം വഴിക്കടിക്കുന്നു. അതേ തുടർന്ന് കുട്ടിയെ സ്വന്തം മകനെ അച്ഛനും അമ്മയും തള്ളിപ്പറയുന്നു. തലച്ചോറില്ലാത്തവൻ എന്ന് അച്ഛൻ മോനെ പറഞ്ഞു. ഈ വികൃത കോലമുള്ള നീ എങ്ങനെ നാളെ ജീവിക്കും, നീ എങ്ങനെ നാളേക്ക് ഒരു ജോലിക്ക് പോകും എന്ന് പറഞ്ഞ് സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ അമ്മ. അങ്ങനെ അപ്പോൾ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടൽ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കുട്ടി. സ്കൂളിൽ നിന്നും ഈ ഒരു മനോഭാവത്തോടെ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടി. അവൻ ആ സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തെ 3 തവണ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് അദ്ദേഹത്തിന് അവിടെ പഠനം തുടർന്നു കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു ബുദ്ധിമുട്ടുള്ള, അതായത് വൈകല്യമുള്ള കുട്ടികൾ പഠിക്കേണ്ട സ്കൂളിലേക്ക് അദ്ദേഹത്തിന് ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിനെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു. തൻ്റെ മുഖം കണ്ട് വൈകൃതമായി എന്നുള്ള രീതിയിൽ ആളുകൾ മുഖം ചുളുക്കുന്നു. അദ്ദേഹം അന്ന് അവിടെ തളർന്നില്ല. അപ്പോൾ ഒരു തീരുമാനമെടുത്തു. എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ളവർ, എന്നെപ്പോലെ വൈകൃതമേറി ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ നല്ലൊരു വ്യക്തി ആകുമെന്നും തൻ്റെ കഴിവുകൾ പുറത്തെടുത്ത് തന്നെ കണ്ട് മാതൃകയാവട്ടെ എന്നുള്ളൊരു തീരുമാനത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. സ്കൂൾ പഠനത്തിന് ശേഷം അഭിനയിക്കാനുള്ള ആഗ്രഹം മൂലം അദ്ദേഹം ഒരു ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനിവിടെ പഠിച്ചതുകൊണ്ട് മാത്രം എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് സാധാരണ റോളുകളല്ലായിരുന്നു ഇഷ്ടം, മറിച്ച് ഒരു നായകനാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് എവിടെയും തൻ്റെ വികൃതമായ രൂപങ്ങൾ കൊണ്ട് തന്നെ എവിടെയും നിന്നും എന്ത് ചെയ്തില്ല, ചാൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് ചാൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫിലിമിൽ പോയി എല്ലാവരുടെ അടുത്തും അപേക്ഷിച്ചു. എന്നിട്ടൊന്നും അദ്ദേഹത്തിന് എന്ത് ലഭിച്ചില്ല, ഒരു ചാൻസ് ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ കഴിയുന്നു. കുടുംബത്തിലെ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ജോലിയില്ലാതെ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ഒരുപാട് കുറ്റപ്പെടുത്തും. ഭാര്യ വരെ വികൃതമായ രൂപം കൊണ്ട് നിങ്ങളെ ആര് ഫിലിമിൽ എടുക്കാനാണ്, നിങ്ങൾക്ക് എന്ത് റോള് കിട്ടാനാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം ഭാര്യ, കുടുംബം, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷേ സ്വന്തം കഴിവിനെ അദ്ദേഹത്തിന് അത്രമേൽ വിശ്വാസമുണ്ടായിരുന്നു. ഓരോ ഫിലിംസ് ഓഡീഷൻ നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പോകും. അവിടെ നിന്നൊക്കെ റിജക്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശരീരത്തിൻ്റെ ഭാഗം പാരലൈസ് ആയതുകൊണ്ട്. അദ്ദേഹത്തിന് പിന്നീട് കൂട്ടായി മാറിക്കൊണ്ടിരുന്നത് ലൈബ്രറികളിലേക്കാണ്. ലൈബ്രറിയിൽ പോയി ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കും കഥ എഴുതാൻ സാധിക്കുമെന്ന്. പതിയെ ചെറിയ രീതിയിലുള്ള കഥകളൊക്കെ ആരംഭിച്ചു, എഴുതി കൊടുത്തു. അതിൽ നിന്ന് തുച്ഛമായ വരുമാനം കിട്ടി. അപ്പോഴും അദ്ദേഹം ആവർത്തിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു, ഇതല്ല എൻ്റെ ഫീൽഡ്, ഇതല്ല എൻ്റെ ഇഷ്ടം, ഇങ്ങനെ ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് നായകനാകണം. ഇത് തന്നെ ഒരു ഉറച്ച വിശ്വാസത്തിലൂടെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹത്തോടെ ഈ ഒരു കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് എവിടെയും തോൽവിയും എവിടെയും പരാജയം മാത്രം ഏറ്റെടുത്ത് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത് സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് എല്ലാവരോടും തോറ്റ് തുന്നം മാറുന്ന ചക്ക് വെപ്നർ എന്ന ചാമ്പ്യൻ, റെസ്ലിംഗ് ചാമ്പ്യൻ, നമ്മുടെ മുഹമ്മദ് അലി, പ്രശസ്ത റെസ്ലിംഗ് ചാമ്പ്യനായ മുഹമ്മദ് അലിയെ തോൽപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, നിരന്തരമായ തോൽവിയിൽ നിന്ന് തനിക്ക് വിജയം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് എനിക്കും സാധിക്കണം, ഒന്നല്ലെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. നമ്മുടെ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആഹ്വാനം ചെയ്ത പോലെ തന്നെ ഒന്നല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ എനിക്ക് മരണം, ഇത് രണ്ടിൽ ഒന്ന് എനിക്ക് നേടിയിരിക്കും. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ നായകൻ ഒരു കഥ തയ്യാറാക്കുകയാണ്. വെറും 3 ദിവസം കൊണ്ട് അദ്ദേഹം തൻ്റെ കഥ എഴുതി കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. പിന്നീട് വരുന്നത് ഒരു ഓഡീഷനാണ്. അദ്ദേഹത്തിന് പല സിനിമകളിലും അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവസരമാവട്ടെ വളരെ ചെറിയ ചെറിയ റോളുകൾ. അതിൽ നിന്നൊന്നും അദ്ദേഹം തളർന്നില്ല. തൻ്റെ ആഗ്രഹം അതിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. തനിക്കൊരു നായകനാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മോശപ്പെട്ട ഫിലിമിൽ അഭിനയിക്കേണ്ടി വരുന്നു. തൻ്റെ ഗതികേട് കൊണ്ട് അദ്ദേഹം അഭിനയിച്ചു പോയതാണ്. അതിനുശേഷം ഈ ഒരു ഓഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം കരഞ്ഞ് കാല് പിടിച്ച് തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കഥയൊന്ന് കേൾക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ തൻ്റെ തിരക്കഥ, അദ്ദേഹം അതിനുശേഷം ഈ ഒരു സ്റ്റോറി തിരക്കഥയും എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് വളരെയധികം ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഈ സ്റ്റോറി ഞങ്ങൾക്ക് തരൂ, ഞങ്ങളിത് ഫിലിമാക്കിക്കൊള്ളാം, നിങ്ങൾ ചോദിക്കുന്ന എത്ര ബില്യൺ ഡോളർ വേണമെങ്കിലും ഞങ്ങളിത് തരാമെന്ന് അവർ ആഹ്വാനം ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഈ കഥ തരണമെങ്കിൽ എന്നെ ഇതിൻ്റെ നായകനാക്കണം. പക്ഷേ അവർ പറഞ്ഞു, പറ്റില്ല, എങ്ങനെയാണ് നിങ്ങളെപ്പോലൊരു വ്യക്തി ഇതിനകത്ത് ഞങ്ങൾ എങ്ങനെ നായകനാക്കും? അന്ന് ഹോളിവുഡ് ഫിലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നൊരു ടൈമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും ചോദിച്ചോളൂ, ഞങ്ങൾ ഇത് നൽകാമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, എന്തായാലും എനിക്ക് റോള് കിട്ടില്ല എങ്കിൽ ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വേറെ സ്റ്റോറി എഴുതി കഴിഞ്ഞ് എനിക്ക് ജീവിക്കാം. അദ്ദേഹം അപ്പോഴും ദൃഢമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കൊന്നല്ലെങ്കിൽ ഈ ഫിലിമിൻ്റെ നായകനാകുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടേരെ. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഇദ്ദേഹത്തെ നായകനാക്കി ഈ ഒരു ഫിലിം ചിത്രീകരിക്കേണ്ടി വരുന്നു. അപ്പോഴും പ്രതിസന്ധികൾ ഏറെയാണ്. അന്നത്തെ സമയത്ത് ഇദ്ദേഹത്തിന് ഫിലിം ചെയ്യാനായിട്ട് ഒരുപാട് ബഡ്ജറ്റില്ല, പൈസ ഇവർ കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യയുടെയും സ്വന്തം അനിയനെയും എന്ത് ചെയ്തു, ഫിലിമിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് നിയമിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് ചെലവ് ചുരുക്കിയിട്ടാണ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് കടുത്ത പ്രതിസന്ധികൾ, ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പലതവണ കുഴഞ്ഞു വീണു, തല കറങ്ങി വീണു, തുടർന്ന് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. പക്ഷെ അദ്ദേഹം തോറ്റില്ല. വീണ്ടും എന്ത് ചെയ്തു, അദ്ദേഹം ആ ഫിലിം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഹോളിവുഡിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഫിലിമായിട്ട് ഈ ഒരു പടം പുറത്തേക്ക് വരികയാണ്. 1976 റോക്കി എന്ന ഫിലിം പുറത്തു വരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും തൻ്റെ ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകൾ, മാതാപിതാക്കൾ, സമൂഹം എല്ലാം ഒറ്റപ്പെടുത്തിയ ഈ വ്യക്തി ഒന്നുമില്ലായ്മയിൽ നിന്നും 40 കോടി US ഡോളറിൻ്റെ സാമ്പത്തിക ശേഷിയുള്ള ഈ വ്യക്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതെ, അദ്ദേഹമാണ് ഹോളിവുഡ് നായകൻ സിൽവസ്റ്റർ സ്റ്റാൻലി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഫിലിമിൽ ഇപ്പോൾ ഇദ്ദേഹം വാങ്ങിക്കുന്നത് $15 മില്യൺ മുതൽ $20 മില്യൺ വരെയാണ് ഒരു ഫിലിമിൽ അദ്ദേഹം ഇപ്പോൾ വാങ്ങിക്കുന്നത്. അതെ, ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. തൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണ് തൻ്റെ ശരീരം തന്നെ, തൻ്റെ സൗന്ദര്യം തന്നെ, മുഖം തന്നെ വികൃതമായി പോയത്. എല്ലാവരും ഒറ്റപ്പെടുത്തി, നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് തവണ പഴിയേറ്റ് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കണം, ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നിട്ടാണ്, ഒരുപാട് നിരന്തരമായ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് ഹോളിവുഡ് നായകന്മാരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതെ, റോക്കിയായും റാംബോയായും ഒക്കെ തിയേറ്ററുകളിൽ തിളങ്ങി നിൽക്കുന്ന സ്റ്റാൻലി. അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മളൊക്കെ നിരന്തരമായിട്ടുള്ള തോൽവികൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. പക്ഷേ തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ കഴിവിനെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് തൻ്റെ തീവ്രമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ മുന്നേറിയ ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ.
ഫിലിമിലെ പോലെ തന്നെ ജീവിതത്തിലും ഹീറോയായ ഇദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.